ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആഗോള താപനത്തിന്റെയും പരിസ്ഥിതി മലിനീകരണത്തിന്റെയും ദൂഷ്യഫലങ്ങൾ സമകാലിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലോകത്ത് അതിവേഗം വളരുന്ന പ്രധാന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൌടില്യ സാമ്പത്തിക സമ്മേളനത്തിന്റെ 3ാം പതിപ്പിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്രയിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ 18ാം ഗഡു വിതരണോദ്ഘാടനം നിർവഹിക്കും. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് നാളെ. ഒറ്റഘട്ടത്തിൽ ജനവിധി തേടുന്നത് 90 മണ്ഡലങ്ങൾ. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് തുടക്കം. വയനാട്ടിലെയും വിലങ്ങാടിലെയും ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് നിയമസഭ. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോകത്ത് അതിവേഗം വളരുന്ന പ്രധാന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൌടില്യ സാമ്പത്തിക സമ്മേളനത്തിന്റെ 3ാം പതിപ്പിനെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്റ്റാർട്ടപ്പ് പരിസ്ഥിതി, പുനരുപയോഗ ഊർജ്ജം, ഇന്റർനെറ്റ് ഉപഭോക്താക്കളുടെ എണ്ണം, മൊബൈൽ നിർമ്മാണ മേഖല തുടങ്ങിയവയിൽ ഇന്ത്യ മുൻനിരയിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്രയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 18ാം ഗഡു വിതരണോദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. രാജ്യത്തുടനീളമുള്ള 9.4 കോടി കർഷകർക്ക് 20,000 കോടിയിലധികം രൂപയാണ് ലഭിക്കുക. കാർഷിക മൃഗസംരക്ഷണ മേഖലകളുമായി ബന്ധപ്പെട്ട 23,300 കോടി രൂപയുടെ വിവിധ സംരംഭങ്ങൾക്കും പ്രധാനമന്ത്രി വാശിമിൽ തുടക്കം കുറിക്കും. ബഞ്ചാര സമുദായത്തിന്റെ സമ്പന്നമായ പൈതൃകം ഉൾക്കൊള്ളുന്ന ബഞ്ചാര പൈതൃക മ്യൂസിയം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഠാണയിൽ 32,800 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ആഗോള താപനത്തിന്റെയും പരിസ്ഥിതി മലിനീകരണത്തിന്റെയും ദൂഷ്യഫലങ്ങൾ സമകാലിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഈ വെല്ലുവിളികളെ നേരിടേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ആത്മീയതയിലൂടെ ആരോഗ്യകരമായ സമൂഹം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ആഗോള ഉച്ചകോടി രാജസ്ഥാനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ കർമ്മ പരിപാടിയിൽ പങ്കുചേരണമെന്നും രാഷ്ട്രപതി അഭ്യർത്ഥിച്ചു. जो क्लाइमेट चेंज हो रहा है वो भी आहिस्ता आहिस्ता सुधर जाएगा. ये जल वायु जो प्रदूषित हो रहा है, मुझे लगता है आहिस्ता आहिस्ता प्रदूषण होना बंद हो जाएगा. लेकिन सभी परिवार, सभी लोग एक एक पेड़ अपने माँ के नाम हर साल एक एक पेड़ लगाएंगे तो मुझे लगता है जो परिस्थिति आज दिखाई दे रहा है वो परिस्थिति आहिस्ता आहिस्ता सुधर जाएगा. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അശാന്തി പുലരുന്ന ഈ കാലത്ത് സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രാധാന്യം വർദ്ധിച്ചതായി ശ്രീമതി മുർമു പറഞ്ഞു. ബ്രഹ്മകുമാരീസ് വിദ്യാലയത്തിന്റെ നേതൃത്വത്തിലാണ് 4 ദിവസത്തെ ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹരിയാനയിലെ 90 നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും. വോട്ടെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ഹരിയാന ചീഫ് ഇലക്ടറൽ ഓഫീസർ പങ്കജ് അഗർവാൾ പറഞ്ഞു. ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 1031 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന പോളിംഗ് വൈകിട്ട് 6-ന് അവസാനിക്കും. 2 കോടിയിലേറെ വോട്ടർമാരാണ് ഹരിയാനയിൽ നാളെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക. 20,632 പോളിംഗ് ബൂത്തുകൾ സംസ്ഥാനത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ജമ്മുകാശ്മീർ, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലപ്രഖ്യാപനം ഈ മാസം 8-ന് നടക്കും. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് തുടക്കമായി. മേപ്പാടി, വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് നിയമസഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മഹാദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ജീവിതം നൽകാനുള്ള പരിശ്രമത്തിലാണ് സർക്കാരെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയനാട് ദുരന്തബാധിതർക്കായി സുരക്ഷിതമായ ടൌൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും വിലങ്ങാട് ദുരന്തബാധിതരുടെ സമഗ്ര പുനരധിവാസം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മേപ്പാടി, വിലങ്ങാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. കേരള ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ചരമോപചാരം അർപ്പിച്ച ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ തിങ്കളാഴ്ച വീണ്ടും ചേരും. ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് കോഓപ്പറേഷൻ സംഘടന നേതൃതല യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ നയിക്കും. ഈ മാസം 15, 16 തീയതികളിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരി കഴിഞ്ഞ വർഷം SCO വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയിരുന്നു.
അതേസമയം വിദേശകാര്യമന്ത്രിയുടെ പാകിസ്ഥാൻ സന്ദർശന വേളയിലെ ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ളിലെ ഉപസംവരണം അനുവദനീയമാണെന്ന ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി തള്ളി. സുപ്രീംകോടതിയുടെ വിധിയിൽ അപാകതയില്ലെന്നും ഹർജികൾ തള്ളുകയാണെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. ലഹരിമരുന്ന് വിമുക്ത ഇന്ത്യയ്ക്കായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മയക്കുമരുന്ന് ശൃംഖലയെ പൂർണ്ണമായും തകർത്ത് ഇന്ത്യയെ ലഹരി വിമുക്ത രാജ്യമാക്കുകയെന്ന ലക്ഷ്യത്തിനായാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണ മേഖലയിൽ രാജ്യം വളരെയധികം മുന്നേറിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ഗുണഫലങ്ങൾ ഇന്ത്യ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രതിരോധ ഉപകരണ നിർമ്മാതാക്കളുടെ കൂട്ടായ്മയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചിരുന്ന കാലം അവസാനിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. भारत अब डिफेंस एक्सपोर्ट की तरफ भी बहुत तेजी से अपने कदम बढ़ा रहा है. 2023-24 में भारत का डिफेंस एक्सपोर्ट 21,000 करोड़ को पार कर गया है. इसमें ज्यादातर एक्सपोर्ट प्राइवेट इंडस्ट्री से ही हुए. जहां पर हम अपने डिफेंस प्रोडक्शन को इस अप्रोच के साथ देखें, कैसे हम इंपोर्ट को और कम कर सकते हैं तथा एक्सपोर्ट को और बढ़ा सकते हैं, ताकि इन दोनों के बीच का जो डिफरेंस अभी बहुत ज्यादा है वो कम से कम किया जा सके. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു. ടോസ് നേടിയ ന്യൂസിലൻഡ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. അതേസമയം ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ 10 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വിൻഡീസ് ഉയർത്തിയ 118 റൺസ് പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 17.5 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടമാകാതെ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. പെറുവിലെ ലിമയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ജൂനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ 16 മെഡലുകളോടെ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. 11 സ്വർണവും 1 വെള്ളിയും 4 വെങ്കലവുമാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. പുരുഷന്മാരുടെ 25 മീറ്റർ റാപ്പിഡ് ഫയർ പിസ്റ്റൾ ടീം ഇനത്തിൽ മുകേഷ് നിലവള്ളി, രാജ്വർദ്ധൻ പാട്ടീൽ, ഹർസിമർ സിംഗ് റാത്ത എന്നിവരാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം മൈൻ പൊട്ടിത്തെറിച്ച് 2 സൈനികർക്ക് പരിക്കേറ്റു. മേഖലയിൽ സൈനികർ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സ്ഫോടനം. പരിക്കേറ്റ സൈനികരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് സൈന്യം സുരക്ഷ ശക്തമാക്കി. ഉത്തർപ്രദേശിലെ മിർസാപൂർ വാഹനാപകടത്തിൽ മരിച്ചവർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 50,000 രൂപയും അനുവദിക്കും. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരും 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് മിർസാപൂർ വാരണാസി അതിർത്തിയിലെ മിർസ മുറാദിന് സമീപം ട്രക്കും ട്രാക്ടർ ട്രോളിയും കൂട്ടിയിടിച്ച് 10 പേർ മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലെബനനിൽ ഉടനീളം ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ. ആക്രമണങ്ങളിൽ 30-ലേറെ പേർ കൊല്ലപ്പെടുകയും 150ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലെബനനിലേക്ക് സൈനിക ഉപകരണങ്ങൾ കൊണ്ടുപോകാനുള്ള ഹിസ്ബുള്ളയുടെ ശ്രമങ്ങൾ തടയുകയായിരുന്നു ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി ബെയ്റൂട്ടിലെത്തിയതായി ലെബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള താപനത്തിന്റെയും പരിസ്ഥിതി മലിനീകരണത്തിന്റെയും ദൂഷ്യഫലങ്ങൾ സമകാലിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലോകത്ത് അതിവേഗം വളരുന്ന പ്രധാന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൌടില്യ സാമ്പത്തിക സമ്മേളനത്തിന്റെ 3-ാം പതിപ്പിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്രയിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ 18-ാം ഗഡു വിതരണോദ്ഘാടനം നിർവഹിക്കും. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് നാളെ. ഒറ്റഘട്ടത്തിൽ ജനവിധി തേടുന്നത് 90 മണ്ഡലങ്ങൾ. 15-ാം കേരള നിയമസഭയുടെ 12-ാം സമ്മേളനത്തിന് തുടക്കം. വയനാട്ടിലെയും വിലങ്ങാടിലെയും ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് നിയമസഭ. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടം. ടോസ് നേടിയ ന്യൂസിലൻഡ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.